Saboo's Kitchen Weddings. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷ് ആണ്. അതായത് ചിക്കൻ കാപ്സിക്കം. ഇത് നമുക്ക് അപ്പത്തിന്റെയും നെയ്ച്ചോറിന്റെ കൂടെയും കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ്. ഇതിനു വേണ്ടുന്ന ചേരുവകൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഏകദേശം 1 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അത് വലിയ കഷ്ണങ്ങളായി മുറിച്ചതാണ്. ഒരു 2 മണിക്കൂർ മുമ്പേ തന്നെ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി പുരട്ടി വെച്ചതാണ്. കൂടാതെ അല്പം തൈരും കൂടെ ഉപയോഗിക്കേണ്ടതാണ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത്. നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും അതിനകത്തേക്ക് ഉപ്പും എരിവും ഒക്കെ പിടിച്ചിരിക്കും. പിന്നെ വേണ്ടത് വലിയ സവാള ഒരു 4 എണ്ണം വളരെ ചെറുതായി അരിഞ്ഞു വെച്ചത്, ഒരു 6 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ഗരം മസാല, സ്റ്റാർ അനീസ് 1, 1 ഇഞ്ച് നീളത്തിൽ പട്ട, കുറച്ച് ഫെനൽ സീഡ്സ്, 3 ഏലക്ക, ഒരു 6 ഗ്രാമ്പു. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ മെയിൻ ഐറ്റം ഒരു 2 കാപ്സിക്കം 1 ഇഞ്ച് നീളത്തിൽ നേരിയതായി അരിഞ്ഞു വെച്ചത്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ചിക്കൻ വറുത്തെടുക്കേണ്ടതുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മുഴുവനായും പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് തന്നെ അല്പം എണ്ണ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. നമ്മൾ വറുത്ത എണ്ണ തന്നെയാണ് ഈ ഗ്രേവി ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗ്രേവിക്ക് ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കുക. ഗരം മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള മുഴുവനായും ചേർക്കാം.
വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഞാൻ ഇതിലേക്ക് തന്നെയാണ് ചേർക്കുന്നത്, എണ്ണയിലേക്ക് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഒരു നല്ല കളർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇത് ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. ഉള്ളി വേഗം മൂത്ത് വരാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും. ഈ സമയത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം കൂടെ വെന്ത് നല്ല കുഴഞ്ഞ് വരണം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഗ്രേവിയുടെ കൂട്ട് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. തീ ഒന്ന് കൂട്ടിയിട്ട് കുറച്ച് തിളയ്ക്കുന്ന വെള്ളം, നല്ല ചൂട് വെള്ളം വേണം ഇതിൽ ചേർക്കാൻ. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, വഴറ്റിയ ഗ്രേവിയുടെ കൂട്ടിലേക്ക് നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല. തിളച്ച വെള്ളം വേണം ചേർക്കാൻ, നല്ല ചൂടോടെ ചേർക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളക്കുമ്പോൾ ഏകദേശം ഈ പരുവത്തിൽ ആകുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് ഏറ്റവും കൂടുതൽ യോജിച്ചു പോവുക നമ്മുടെ നെയ്ച്ചോറിനാണ്. നെയ്ച്ചോറ് കൂടാതെ അപ്പത്തിൻ്റെ കൂടെയും വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതൊന്ന് ഇതിനകത്തേക്ക് താഴ്ത്തി വെച്ചിട്ട് ഒരു ഗ്യാസ് സിമ്മിൽ വെച്ച് ഒരു 10 നിമിഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. അടച്ച് വെക്കണം. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മെയിൻ ഐറ്റം, അതായത് ക്യാപ്സിക്കം, ഇത് ചേർത്ത് കൊടുക്കാം. കൂടാതെ അല്പം ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു മധുരവും പുളിയും ഒക്കെ ഉള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാം കൂടെ ഒന്ന് യോജിക്കും. നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ്റെയും ഇപ്പോൾ ചേർത്ത കാപ്സിക്കത്തിൻ്റെയും മണം രണ്ടും കൂടെ ചേർന്ന് ഒരു വളരെ മണക്കുമ്പോൾ തന്നെ വളരെ
നല്ല മണം വരുന്നുണ്ട്. ഇത് ഗ്യാസ് സിം ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്ക് നമ്മുടെ ചിക്കൻ കാപ്സിക്കം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇപ്പോൾ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കൊഴക്കട്ടയാണ്. ഇത് മിക്കവാറും എല്ലാ ഡിഷിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു കറിയാണിത്. നാട്ടിലാണെങ്കിൽ നെയ്ച്ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇവിടെയും ഞാൻ ഇടയ്ക്കൊക്കെ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ കൂട്ടാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമ്മുടെ ചിക്കൻ കാപ്സിക്കം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.